മഴ, കട്ടൻ ചായ, പരിപ്പുവട. മഴ പെയ്യാൻ തുടങ്ങുമ്പോൾ മലയാളികളുടെ ആദ്യത്തെ സ്റ്റാറ്റസ് ഇതായിരിക്കും. മഴയത്ത് ഒരു ഗ്ലാസ് ചൂട് കട്ടൻ ചായയും നല്ല എണ്ണപ്പലഹാരവും കഴിച്ചിരിക്കാൻ നല്ല രസമാണ്. എന്നാൽ ഇത് ആരോഗ്യത്തിനത്ര ഗുണകരമല്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. തണുത്ത അന്തരീക്ഷത്തിൽ ഇരുണ്ട ആകാശവും ഇഷ്ടപ്പെട്ട പാട്ടുമൊക്കെ ചായ കുടിക്കാനും ബജ്ജി കഴിക്കാനും ഒക്കെ നമ്മെ പ്രേരിപ്പിക്കുമെങ്കിലും മൺസൂൺ കാലത്തിന് ചില പ്രശ്നങ്ങളുമുണ്ട്. മൺസൂണിലെ ആരോഗ്യ പ്രശ്നങ്ങളെ മറികടക്കുന്നതിന് നമ്മുടെ നാട്ടിൽ പൊതുവെയുള്ള ചില മിഥ്യാധാരണകളെ ആദ്യം മാറ്റി നിർത്താം. വേനൽക്കാലത്തെ കടുത്ത ചൂടിൽ നിന്ന് രക്ഷിക്കുമെങ്കിലും നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് മഴക്കാലം. അണുബാധ, ഭക്ഷ്യവിഷബാധ, ചർമ്മത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ശ്വാസമുട്ട തുടങ്ങി നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിന് ഏറ്റവും കൂടുതൽ ജോലിയുണ്ടാക്കുന്ന കാലം കൂടിയാണ് മൺസൂൺ. ഇതിന്റെ കൂടെ ആരോഗ്യത്തിന് ദോഷം ചെയ്യുന്ന ചില അനാവശ്യ രീതികൾ നമ്മൾ പിന്തുടരുന്നത് ശരിയല്ല. എണ്ണയിൽ വറുത്ത എരിവുള്ള ഭക്ഷണങ്ങൾ തണുത്ത കാലാവസ്ഥയിൽ നമ്മെ രസിപ്പിക്കുമെന്നത് ശരിയാണ്. പക്ഷേ ഇത് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നത് പലർക്കും അറിവില്ല. മഴക്കാലത്ത് വറുത്തതും എരിവുള്ളതുമായ ഭക്ഷണങ്ങൾ അധികം കഴിക്കുന്നത് ദഹനക്കേട്, അസിഡിറ്റി തുടങ്ങിയ അസുഖങ്ങൾക്ക് കാരണമാകാം. തണുപ്പ് ദഹന പ്രക്രിയ സാവധാനത്തിലാക്കുമെന്ന് പല കാലങ്ങളായി പഠനങ്ങൾ തെളിയിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൽ നിന്ന് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള സാധനങ്ങൾ കുറയ്ക്കുന്നത് നന്നാകും. നാരുകൾ, പ്രോബയോട്ടിക്കുകൾ, പോഷകങ്ങൾ എന്നിവയാൽ സമ്പന്നമായ ലഘുഭക്ഷണങ്ങൾക്ക് മഴക്കാലത്ത് പ്രാധാന്യം നൽകാം. എണ്ണ പലഹാരങ്ങൾക്ക് പകരം ആവിയിൽ വേവിച്ച ലഘുഭക്ഷണങ്ങൾ, സൂപ്പുകൾ, ഹെർബൽ ടീ തുടങ്ങിയവ മഴക്കാലത്ത് ശീലമാക്കാം. തണുപ്പത്ത് വിയർപ്പ് സാധാരണമല്ലാത്തതിനാൽ നിർജ്ജലീകരണത്തിന്റെ സാധ്യതകളെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മളിൽ നിന്നും ഇല്ലാതാകും. എന്നാൽ മഴക്കാലത്തും തിളപ്പിച്ചാറിയതോ ഫിൽട്ടർ ചെയ്തതോ ആയ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. മഴക്കാലത്ത് കടകളിൽ നിന്ന് ശീതള പാനീയങ്ങളോ ഐസ് ക്യൂബുകളോ വാങ്ങി ഉപയോഗിക്കാതെ ഇരിക്കാനും ശ്രദ്ധിക്കാം.